ഈശോ സഭാംഗവും സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരനുമായിരുന്ന ഫാദർ എബ്രഹാം അടപ്പൂർ എന്ന അടപ്പൂരച്ചൻ വിടവാങ്ങി. 98 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മലാപ്പറമ്പ് ക്രൈസ്റ്റിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഫാദർ എബ്രഹാം അടപ്പൂർ എന്ന അടപ്പൂരച്ചന്റെ പുസ്തകങ്ങളും ആധ്യാത്മിക ലേഖനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മികച്ച പ്രഭാഷകൻ കൂടിയായിരുന്ന അദ്ദേഹം തിയോളജിയിൽ PhD സ്വന്തമാക്കിയിരുന്നു. മൂവാറ്റുപുഴ ആരക്കുഴയിൽ ജോൺ മറിയം ദമ്പതികളുടെ മകനായി 1926 അദ്ദേഹം ജനിച്ചത്. മംഗളൂരു സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്നും ബിരുദവും ഫ്രാൻസിലെ ട്രാൻസ്ബുർഗ് സർവകലാശാലയിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും തിയോളജിയിൽ PhDയും നേടി. 1954 വൈദിക പട്ടം സ്വീകരിച്ചത്. റോമിൽ ജെസ്യൂട്ട് ജനറലിന്റെ കൂറിയായിൽ റീജിയണൽ സെക്രട്ടറി, മദ്രാസ് ലയോള കോളേജ് പ്രിൻസിപ്പാൾ, ആംഗ്ലിക്കൻ റോമൻ കത്തോലിക്ക അന്തർദേശീയ സമിതി അംഗം, എറണാകുളം ലൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ, ന്യൂമൻ അസോസിയേഷൻ കേരള റീജിയൻ ചാപ്ലിൻ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ദാർശനികനും എഴുത്തുകാരനും വാഗ്മിയും കൂടിയായ അടപ്പൂരച്ചൻ ക്രിസ്തീയ വിശ്വാസത്തെയും പ്രബോധനങ്ങളെയും കുറിച്ച് രചിച്ച ഗ്രന്ഥങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഒട്ടേറെ പുരസ്കാരങ്ങളും അടപ്പൂരച്ചനെ തേടിവന്നു. സാഹിത്യത്തിലുള്ള AKCC അവാർഡ്, ക്രിസ്ത്യൻ കൾച്ചറൽ ഫോറത്തിന്റെ ബെസ്റ്റ് ബുക്ക് അവാർഡ്, KCBC മാനവിക സാഹിത്യ അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങളും അടപ്പൂരച്ചന് ലഭിച്ചു. സാഹിത്യ ദാർശനിക രംഗങ്ങളിൽ നിറയുമ്പോഴും സഭാവിരുദ്ധ നീക്കങ്ങളെയും മൂല്യനിസ്സാര നിലപാടുകളെയും മൂർച്ചയേറിയ തൂലിക കൊണ്ട് തുറന്നു കാണിച്ചു. പൂനെയിൽ തിയോളജി പഠനം നടത്തുന്നതിനിടെ ഏഴകളുടെ തോഴികൾ എന്ന പേരിൽ എഴുതിയ ലേഖനമായിരുന്നു മദർ തെരേസയെക്കുറിച്ച് ബാഹ്യലോകം വായിച്ച ആദ്യ രചന. ചിന്തയിലും പ്രവൃത്തിയിലും അവസാന നിമിഷം വരെ ഊർജ്ജസ്വലത കാത്തുസൂക്ഷിച്ചിരുന്നു. 4 പതിറ്റാണ്ട് കൊച്ചിയിലായിരുന്നു പ്രവർത്തന മണ്ഡലം. 2 വർഷം മുമ്പ് വിശ്രമ ജീവിതത്തിനായി കോഴിക്കോട്ടേക്ക് പോന്ന അടപ്പൂരച്ചൻ മലാപ്പറമ്പിലെ ക്രൈസ്റ്റ് ഹാളിലായിരുന്നു താമസം. ഷെക്യാന ന്യൂസ്, കോഴിക്കോട്.